അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടിയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ പഴയ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടിയിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നേരെ ഉപ്പാൻ്റെ അടുത്ത് പോയി ഉപ്പാനൊക്കെ ഒന്ന് കണ്ടിട്ട് താഴത്തേക്ക് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങാൻ നേരത്ത് ഉപ്പ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തുക്കൊന്ന് പറഞ്ഞിട്ട് ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്ന് കീപോട്ടേക്ക് ഇറങ്ങാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞായറാഴ്ച ലീവ് ശരിക്ക് കിട്ടുന്ന സമയത്ത് വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. വീട് ഇന്നാൾ വന്നപ്പോൾ തന്നെ മുറ്റത്തൊക്കെ ഇലയൊക്കെ വീണ ആകെ അലങ്കോലമായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റിലാണ് കേട്ടോ നല്ല പോലെ ഇതാ കുരുമുളകിൻ്റെ വള്ളിയും അതുപോലെ മരവും കാര്യങ്ങളൊക്കെ വീണെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോയതിന് ശേഷം നല്ല മിസ്സിങ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറേ കാലം നിന്ന വീടാണല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പോകുമ്പോഴുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടും ഇടങ്ങേറും സത്യം പറഞ്ഞാൽ നല്ലോണം ഉണ്ട് കേട്ടോ. ഇത് അർപ്പായി വലിച്ച് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കല്ലും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ചമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നല്ലപോലെ ചമ്മലും ഒരു ഭാഗത്ത് ഇതാ തേങ്ങ വലിച്ചു കൂട്ടിയതും ഒക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്നായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ വീട് മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ക്ലീൻ ആക്കാനും കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ക്ലീൻ ആക്കാനും, പിന്നെ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. ഇന്നെന്തായാലും ഞാൻ അതിനായിട്ട് പോകുന്നതായിരുന്നേ. തോട്ടിലൊക്കെ ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴ ചെറുതായിട്ടാണല്ലോ പിന്നെ, അതുകൊണ്ട് തന്നെ തോട്ടിലെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ തോടൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വെള്ളം ഉണ്ടാകുന്ന സമയത്തും ഇനിയിപ്പോൾ വെള്ളം കുറവാണെങ്കിലൊക്കെ നമ്മൾ തോട്ടിൽ പോയിട്ടാണല്ലോ അലക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചൊരു മിസ്സിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ പണ്ട് കുഴിച്ചിട്ടുണ്ടായിരുന്ന മുളകാണ് കേട്ടോ. അതിൽ 2-3 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അതും കൂടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണിപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ കച്ചറുണ്ട്. നമ്മൾ ഉപയോഗിക്കാതായാൽ പിന്നെ വീടിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. പിന്നെ ഈ ഒരു ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടതായിരുന്നു കേട്ടോ. ഇതിപ്പം വെള്ളം കിട്ടാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ കച്ചറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാമെന്നുള്ളത് കേട്ടോ. കാരണം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കിട്ടുക മുറ്റത്തു നിന്നാണല്ലോ. ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ ഓടിൻ്റെ അടുത്തായിട്ട് തൂക്കിയിട്ടാൽ എന്തായാലും അത് ഉണങ്ങി പോവുക, അല്ലാതെ വെള്ളം കിട്ടൂല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആൾ താമസവും കാര്യങ്ങളൊക്കെ വേണേ. വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമത് ഇവിടുന്ന് മാറിയിട്ടുള്ളത്. എപ്പോഴാണ് തലേക്ക് വീഴുക എന്നുള്ളത് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ മാറിയതാണ് കേട്ടോ. കയ്യിൽ 2 ബീം ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ബീം ബാഗിൽ ഇതുപോലത്തെ തെർമോക്കോൾ നിറക്കാൻ വേണ്ടിയിട്ട് അന്ന് നിറച്ചതായിരുന്നേ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ ഈ തെർമോക്കോളിൻ്റെ ബോൾസ് പോലത്തെ സംഭവം ഇവിടെ ഫുള്ളുണ്ട് കേട്ടോ. അതുകൊണ്ട് പഴയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് മൊത്തം ഡൈനിയാളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ അന്ന് വൃത്തിയാക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വരാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ടേബിളും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. ഇനിയും നമ്മൾ കുറച്ച് സാധനങ്ങളൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുന്ന സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. തൽക്കാലം നമ്മൾ നിൽക്കുന്നിടത്തുള്ള ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ആക്കാറുള്ളത്. അങ്ങനെ ഡൈനിയാളൊക്കെ അടിച്ചാരി എടുക്കുക എന്നുള്ളത് എളുപ്പമാണ് കേട്ടോ. പക്ഷേ അടിച്ചാരി എടുക്കുന്ന ബുദ്ധിമുട്ട് പറയണ്ട. കാരണം തെർമോക്കോളിൻ്റെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിച്ചിട്ട് അടിച്ചാരാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡൈനിയാളിൽ നിന്ന് എങ്ങനെയൊക്കെ അടിച്ചാരി കൊണ്ടുവന്നു. ലാസ്റ്റ് ഇനിയുള്ളത് വീണ്ടും പോയി കണ്ട് വീണ്ടും അടിച്ചാരി എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി നമ്മൾ അടിച്ചൂട്ടി വാരിയിട്ട് ഒരു ബക്കറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒഴിപോലെ വന്നിട്ട് കത്തിച്ചാനും പേപ്പറുകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പിന്നെ ഒഴിപോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഡൈനിയാളും കാര്യങ്ങളൊക്കെ കച്ചറായത് എങ്ങനെയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഡോറൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പറിക്കാനുണ്ട്, കർമൂസ് എടുക്കാനുണ്ട്, പിന്നെ മുരിങ്ങൻ്റെ എല്ലാം എടുക്കാനുണ്ട്. ഇങ്ങനത്തെ അല്ലറ ചില്ലറ കേട്ടോ. ഇതൊക്കെ നമ്മളെ ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ എടുത്താവുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും പുറത്ത് നല്ല കളിയാണ് കേട്ടോ. ഇവരും എന്നെയൊക്കെ കൂടുതൽ ചിലപ്പോൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവർക്കും അങ്ങനെയാണല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മളിതാ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പം വരുന്ന വഴിക്ക് ചെറിയ ചായക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാനാണെങ്കിൽ ചായയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നിന്ന് കുടിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ചായയൊക്കെ കാച്ചെടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ പഴംപൊരിയും അല്ലാത്ത കടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ചായ മക്കൾക്കുള്ളത് ചൂടാറ്റണം, പിന്നെ ഞങ്ങൾക്കുള്ളത് ജസ്റ്റ് ഒന്ന് ചൂടാറ്റി എടുക്കണം കേട്ടോ. ഓവർ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കട്ടെ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കേണ്ടേ. അങ്ങനെ ഇതാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പഴംപൊരിയും പിന്നെ കട്ട്ലേറ്റും പിന്നെ എന്തോ ഒരു കേക്കും കൂടിയാണ് കേട്ടോ. അതൊക്കെ കൂടി എന്താ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ എന്താ പറയുക, എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മക്കൾ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവർക്കിഷ്ടമുള്ളത് അവർ കഴിക്കുന്നുണ്ട്. ഏകദേശമൊക്കെ ചായ ചൂടാറാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വെക്കണം. പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാൾക്കുള്ളത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു നോർമൽ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളത് പിന്നെ ഇത്തിരി വെള്ളത്തിൽ ഒന്ന് നമ്മൾ ആ പാത്രം ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ഒരുമിച്ചിരുന്നിട്ട് വൈകുന്നേരം കഴിക്കാമെന്നുള്ളത് വേറൊരു സന്തോഷം. പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ കുടിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ മിസ് ചെയ്യുന്നത് എൻ്റെ ചെടികളെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഞാൻ മക്കളെ പോലെയാണ് എൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് നമുക്ക് നോക്കാൻ കഴിയാത്ത സമയം ഉണ്ടാവും, പക്ഷേ അല്ലാത്ത സമയത്ത് നല്ല പോലെ കെയർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ പ്ലാന്റ്സിനൊക്കെ ഓരോന്നിനായിട്ട് നോക്കാറുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ എന്താ പറയുക, മാറിയതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊന്നും കൊണ്ടുവരാനുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എടുങ്ങാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മുരിങ്ങൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം തന്നെ ഊരി വെച്ചിട്ടില്ലെങ്കിൽ നാളേക്ക് അത് എന്തായാലും വെറുതെ ഇങ്ങനെ കൊഴിഞ്ഞു പോരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഊരി വെച്ചാൽ നാളത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. കൊണ്ടുവന്നത് മുഴുവനായിട്ട് ഞാൻ ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. എന്തെങ്കിലും ചക്കക്കുരുവൊക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുരിങ്ങ താളിപ്പോ ഉപ്പേരിയോ ഒക്കെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇതൊക്കെ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ആദ്യം മാറ്റി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റുന്നുണ്ട്. ഈ ഒരു ഭരണി അഥവാ സെറാമിക്കിൻ്റെ ബോട്ടിൽ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രക്കും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ ഇതിൽ ഞാൻ ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ട് വെച്ചത്. പിന്നെ ഞാൻ ഉപ്പിടാനായിട്ട് വേറെ പാത്രം വാങ്ങിയപ്പം ഈ ഒരു പാത്രം ഒഴിവാക്കിയിട്ട് ഇതിലിപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഞാൻ സെറ്റാക്കി കൊടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അവിടെ ഇട്ടിട്ട് പോരുക എന്ന് പറയുന്നതും എനിക്ക് ഭയങ്കര ഇതാണ്. പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് അകത്തൊക്കെ വെക്കാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ട് അത് മാത്രം എടുത്തിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു എന്താ പറയുക ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ അകത്തൊക്കെ എനിക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനും ഭയങ്കര ഭംഗിയാണല്ലോ. നമ്മളെ കിച്ചണിന് തന്നെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും കേട്ടോ സത്യം പറഞ്ഞ ചെടികൾ. പിന്നെ ഇതാ ഞാൻ ഇതുപോലത്തെ മണി പ്ലാന്റ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലത്തെ ഒരു എന്താ പറയുക മഗ്ഗിലാണ് കേട്ടോ എടുത്ത് വെച്ചത്. കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അതിൽ നിന്നിടത്ത് നമ്മൾ അടുപ്പിൻ്റെ തിണ്ടുമ്മലും എന്താ പറയുക കൗണ്ടർ ടോപ്പിലും പിന്നെ ടേബിൾ മേലും ഒക്കെ നമ്മൾ ചെടികൾ കൊണ്ടുവെക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ടാണല്ലോ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മുളകുണ്ടായിരുന്നേ, ഇതൊക്കെ നമ്മളൊന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധാ കാന്താരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നല്ല എന്താ പറയുക ഉണ്ടമുളകും അല്ലാത്ത വെള്ളമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 കർമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതേപോലെ കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കാനുള്ള സമയമല്ല കേട്ടോ. മുരിങ്ങൻ്റെ ഇലയൊക്കെ ഊരിയത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. നാളെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും അതേപോലെ പെട്ടെന്ന് നമ്മളെ വീട്ടു ജോലികളൊക്കെ തീർക്കാനൊക്കെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ തലേന്ന് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഇത് ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ട് ബാക്കിയുള്ളത് മൂടി ഇതേ സെയിം പാത്രത്തിൽ അതിനാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ഇന്ന് രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീനൊക്കെ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അതൊന്ന് മസാല കൂട്ടി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇത് ചെറിയ കുഞ്ഞ് മത്തിയാണ്, ഇതും കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.